മലൈക്കോട്ടെ വാലുവൻ ഒരു അട്ടാറ് ട്രെയിലർ ഞാൻ കണ്ടു. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ട്രെയിലർ ഉൾപ്പെടുത്താത്തത്. ഫസ്റ്റ് ട്രെയിലറിൽ തന്നെ ഫസ്റ്റ് ഷോട്ട് തോപ്പാങ്കൽ ഷോട്ട്, താഴെ ഒരു പച്ച വെള്ളത്തിൻ്റെ കളർ പച്ച, രണ്ട് മലയിലൊക്കെ കൂടെ ഒരു ചൈന ടിബറ്റനൊക്കെ ഉള്ള ആളുകൾ വെള്ളം കോരി തോന്നുന്ന പോലെ, പിന്നെ കുറേ നല്ല സ്ഥലങ്ങൾ തോപ്പാങ്കൽ ഷോട്ടിൽ ഒരു എന്താ പറയുക ഒരു വേറൊരു കൾച്ചറിലുള്ള സ്ഥലം. അതിൻ്റെ പോലെ സൂപ്പർ സാധനം. പിന്നെ ലാലേട്ടനകത്ത് വലിയ മനുഷ്യനാണെന്ന് തോന്നുന്നുണ്ട്. വലിയ മനുഷ്യൻ, വലിയ കാല് കാണിക്കുന്നു, വടം വലിക്കുന്ന കാണിക്കുന്നു, വലിയ കൈ കാണിക്കുന്നുണ്ട്. നമ്മൾ വലിയ മനുഷ്യരുടെ കഥയെ കണ്ടിട്ടുണ്ട്. വലിയ മനുഷ്യർ ചെറിയ മനുഷ്യരുടെ സ്ഥലത്തെത്തുന്നു, അവിടെ യുദ്ധം നടക്കുന്നു, പേടിച്ച് ഓടിക്കുന്നു. പിന്നെ ഈ വലിയ മനുഷ്യൻ ഇയാളെക്കാട്ടി വലിയ സ്ഥലത്ത് പോകുന്നു. അത് നമ്മൾ നല്ല ഹോളിവുഡിലൊക്കെ കണ്ടിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രെയിലറിനകത്ത് ചെറിയ ചെറിയ ഇതേ ഉള്ളൂ. സംഭവം ഒരു തിയേറ്ററിക്കൽ സ്റ്റഫാണ്. തിയേറ്ററിക്കൽ സ്റ്റഫ് എന്ന് വെച്ചാൽ വേറെ ലെവല്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ആദ്യം ഒരു ടീസർ വന്നല്ലോ, ഇതുവരെ കണ്ടത് പോയി കാണാൻ പോകുന്നത് നജമെന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇത് കൊള്ളാം, കണ്ടിട്ടൊരു തിയേറ്ററിക്കൽ സ്റ്റഫ് അതുപോലെ സാധനം. കാരണം കടലിൽ കൂടെ ഈ കപ്പലുകളൊക്കെ വരുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു മറ്റാറ് ഒരു യൂണിവേഴ്സ് സാധനമായിട്ടാണ് എനിക്ക് ട്രെയിലർ ഫീൽ ചെയ്തത്. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ട്രെയിലർ അടിപൊളി സാധനമാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കാണുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കാണിക്കാറ്. എന്ത് ചെയ്യാനാ അങ്ങനത്തെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ട്രെയിലർ ഒന്നും പറയാനില്ല, സൂപ്പർ സാധനമാണ്. ഒരു പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സാധനവും ആ ട്രെയിലറിനകത്ത് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കണ്ട ഒരു മനുഷ്യൻ തിയേറ്ററിൽ പോയിരുന്ന് കാണും. കാരണം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. നല്ല വൈഡ് ഷോട്ടുകളാണ് ഇതിൻ്റെ ഒരു സ്കെയിലിന് കാണുമ്പോൾ. അത് വലിയ സ്കെയിലാണ്. ട്രെയിലറിൽ നമുക്ക് വായിക്കുന്നത് മനസ്സിലാവുന്നത് വലിയ സ്കെയിലിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാവും. കാരണം അങ്ങനത്തെ ഷോട്ടുകൾ, വലിയ വൈഡ് ഷോട്ടുകൾ, ഹോളിവുഡിലൊക്കെ ഇത്തരം വൈഡ് ഷോട്ടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ വിലയിരുത്താൻ പറ്റും. പിന്നെ അതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതിനകത്ത് ആ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഒരു വെസ്റ്റേൺ സ്റ്റൈലുണ്ട്, ഒരു ഹോളിവുഡ് ടച്ചുണ്ട് ഇതിന്. LJP ആസം എന്ന് പറയാം. ഈ ട്രെയിലർ കണ്ടിട്ട് LJP ആസം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി സിനിമ കാണണം, സിനിമ ഉറപ്പിച്ചു. കാരണം സിനിമയ്ക്ക് അത് എന്താണ് പറയുന്നതെന്ന് സിനിമ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ഈ ട്രെയിലർ ഒരു പ്രോമിസിങ് ട്രെയിലറാണ്. സൂപ്പർ രക്ഷയില്ല.